നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ട് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒട്ടുമിക്ക പ്രവാസികളും മിക്ക രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഒരു ലോകത്ത് എവിടെ പോയാലും പ്രവാസികളെ കൊണ്ട് തട്ടിയും മുട്ടിയും നടക്കാൻ വയ്യ. എന്നാൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിങ്ങളുണ്ടോ? നിങ്ങളുടേത് മൂല്യമുള്ള പാസ്പോർട്ടാണോ എന്ന് നമുക്ക് നോക്കാം. വാർത്തയിലേക്ക്. ഹെല്ലി ഇൻഡോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിസ ഇല്ലാതെ പാസ്പോർട്ട് മാത്രമോ വിസ ഓൺ അറൈവൽ സൗകര്യമോ ഉപയോഗിച്ച് സന്ദർശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം നോക്കി റാങ്കിംഗ് നൽകുന്ന സൂചികയാണിത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനുമായി അതായത് അയാറ്റ സഹകരിച്ച് അവരുടെ ആഗോള ഡാറ്റാബേസിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങളെ അടിസ്ഥാനമാക്കി 2006 മുതൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും വിസ നിയന്ത്രണങ്ങൾ വിശകലനം ചെയ്താണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് തന്നെ. ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കരുത്തുറ്റതും മൂല്യമേറിയതുമായ പാസ്പോർട്ട് എന്ന സ്ഥാനം ജപ്പാൻ നിലനിർത്തിയിരിക്കുകയാണ്. ഒപ്പം സിംഗപ്പൂരുമുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പാസ്പോർട്ട് മാത്രം ഉപയോഗിച്ച് വിസയില്ലാതെ 190 രാജ്യങ്ങൾ സന്ദർശിക്കാനാവുമെന്നതാണ് മറ്റൊരു പ്രത്യേകത എന്നത്. ലോകത്തെ ഏറ്റവും ട്രാവൽ ഫ്രണ്ട്ലി പാസ്പോർട്ടുകളായാണ് ഇവ അറിയപ്പെടുക തന്നെ. ദക്ഷിണ കൊറിയ, ഫിൻലാൻഡ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് 188 രാജ്യങ്ങളിൽ സന്ദർശനം നടത്താനാവുന്നതാണ്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്ന പാക് വിസ പോളിസിയിൽ അടുത്തിടെ വരുത്തിയ മാറ്റങ്ങൾ ഫിൻലാൻഡിന് ഗുണം ചെയ്തിരുന്നു. ഫിൻലൻഡ്, ജപ്പാൻ, സ്പെയിൻ, മാൾട്ട, സ്വിറ്റ്സർലാൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ 50 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ETA അതായത് ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി നൽകുന്നുമുണ്ട്. 187 രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ യാത്ര അനുവദിക്കുന്ന ഡെൻമാർക്ക്, ഇറ്റലി, ലക്സംബർഗ് മുതലായ രാജ്യങ്ങൾ 3-ാം സ്ഥാനം ഇക്കുറിയും നിലനിർത്തിയിരുന്നു. ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവ 186 രാജ്യങ്ങളുമായി തൊട്ടുപിറകെ 4-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. 5 കൊല്ലം മുമ്പ് വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും UK-യുമായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നത്. എന്നാൽ 2014 ശേഷം ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. 2010 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന സൂചികയിലാണ് ഇരു രാജ്യങ്ങളുടെയും പാസ്പോർട്ട് ഇപ്പോഴുള്ളത് തന്നെ. ഹെല്ലി ഇൻഡെക്സ് പ്രകാരം 6-ാം സ്ഥാനത്താണിവ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള UK-യുടെ പിൻവാങ്ങലാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 5 സ്ഥാനങ്ങൾ മുന്നിലെത്തിക്കൊണ്ട് UAE ആണ് ഇക്കുറി ഏറ്റവും മികച്ച മുന്നേറ്റം കൈവരിച്ച രാജ്യമായി വിലയിരുത്തപ്പെടുന്നത് തന്നെ. അങ്ങനെ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിലുള്ളത് ഇത്തവണയും അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള 25 രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലാത്തിനും മുൻകൂർ വിസ ആവശ്യമാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയുടെ നിർണായക ഘടകമായി വിസ ഓപ്പൺനെസ്സിനെ കാണുന്നു എന്നതാണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ റാങ്കിംഗ് സൂചിപ്പിക്കുക തന്നെ. 51 രാജ്യങ്ങളിൽ വിസ ഫ്രീ സന്ദർശനവുമായി ഇന്ത്യ 82-ാമതാണ് ലിസ്റ്റിലുള്ളത്. 2019 മികച്ച പാസ്പോർട്ടുകൾ ഇവയാണ്. ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് 190 രാജ്യങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. ഫിൻലൻഡ്, ജർമ്മനി, ദക്ഷിണ കൊറിയ എന്നിവയുടെ പാസ്പോർട്ട് 188 രാജ്യങ്ങൾക്ക് വിധേയമാണ്. ഡെൻമാർക്ക്, ഇറ്റലി, ലക്സംബർഗ് 187 രാജ്യങ്ങൾ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ 186 രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, നെതർലാൻഡ്, പോർച്ചുഗൽ എന്നിവ 185 രാജ്യങ്ങൾ, ബെൽജിയം, കാനഡ, ഗ്രീസ്, അയർലൻഡ്, നോർവേ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്വിറ്റ്സർലാൻഡ് 184 രാജ്യങ്ങൾ, മാൾട്ട, ചെക്ക് റിപ്പബ്ലിക് 183 രാജ്യങ്ങൾ, ന്യൂസിലാൻഡ് 182 രാജ്യങ്ങൾ, 9-ാമതെത്തി നിൽക്കുന്ന ഓസ്ട്രേലിയ, ലിത്വേനിയ, സ്ലോവാക്യ 181 രാജ്യങ്ങൾ, 10-ാമത് നിൽക്കുന്നതും അവസാനത്തേതും ഹംഗറി, ഐസ്ലാൻഡ്, ലാത്വിയ, സ്ലോവേനിയ 180 രാജ്യങ്ങളുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.